നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട നേരമാണ്. വിഷ്ണു ഈരോട് ചെന്നിരിക്കുന്നു. ഒരു ഫാമിലി എമർജൻസി. അത് കാരണം വിനോദ് നമ്മുടെ 12th മാൻ പോലെ വന്ന് ഗെയിമിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാർത്തിക് കരൂർ എന്ത് ചോദിക്കുന്നു എന്നാൽ, അതായത് അപ് ടു വാട്ട് ലെവൽ നമ്മൾ സിപ്ലൈ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 4% ഇറങ്ങിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ട്? ബാസ് 20 ടൈം ഏർണിങ്സ് ഇന്നും താഴെ ഇറങ്ങുവാണെങ്കിൽ ഈ പിയിൽ എപ്പോൾ നടത്തണം? 23-24, ഓക്കെ, അപ്പൊ 23-24 വരയ്ക്കും നമ്മൾ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. 22-23-24 ഇത് നമ്മുടെ റേഞ്ചാണ്. ഇവരെന്ത് ചോദിക്കുന്നു എന്നാൽ, ഇപ്പോൾ ലോകം ഇരിക്കുന്നു, അതായത് നിങ്ങൾ പറഞ്ഞ മാക്രോ എക്കണോമിക്, അതായത് നിങ്ങൾ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇറാൻ, US, കനഡ, ഇതൊക്കെ 18 മാസം മുമ്പേ ഇതൊക്കെ മാറി ഓവർനൈറ്റ് എല്ലാം മാറിയിരിക്കുന്നു. ഇതുപോലെ എല്ലാം കുഴപ്പമായിരിക്കുന്ന സമയം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിന് എന്താണ് സിറ്റുവേഷൻ? ഇത് നല്ലതാ കെട്ടതാ? ഇന്ത്യൻ മാർക്കറ്റ് ആൾറെഡി അതിപാതാളത്തിലാണ് ഇരിക്കുന്നത്. ഇത് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എത്ര വർഷം പറഞ്ഞാലും നിങ്ങൾ വെറും ഇൻഡെക്സിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻഡെക്സിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് 30% ഡൗൺ ആണ്. അതിൽ ഇന്ന് വെളിയിൽ പോയി. ഡെസൻ ബാങ്ക് വെളിയിൽ പോയി 50% ഡൗൺ ആണ്. ബജാജ് 30% ഡൗൺ. ഏഷ്യൻ പെയിന്റ്സ് 30% ഡൗൺ. ക്ലയൻസ് ആൾമോസ്റ്റ് 10% ഡൗൺ ആണ്. TCS 30% ഡൗൺ. ഇൻഫോസിസ് എന്നുള്ള ബൗൺസായ കാരണം ഒരു 15% ഡൗൺ ആണ്. വിപ്രോ ഡൗൺ. 15 ടോപ്പ് കമ്പനി മോർ ദാൻ 25% ഡൗൺ. ബാങ്ക് സ്റ്റോക്സിനെ കയറ്റി ഇന്നലെ തന്നെ 20 പോയിന്റ് പ്ലസ് ആണ്. 25 പോയിന്റ് പ്ലസ് ബാങ്ക് നിഫ്റ്റിയെ വെച്ച് കയറ്റിയിരിക്കുന്നു. എന്ത് ചെയ്യുന്നു എന്നാൽ, നിങ്ങളെ പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്സിനെ വെച്ച് ഇൻഡെക്സിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനങ്ങനെ നോർമൽ ലെവലിന് കൊണ്ടുവരുവാണെങ്കിൽ ഇൻഡെക്സ് 23,000 പോകും. യു ആർ ഓൾറെഡി ഇൻ എ ഡീപ് ട്രബിൾ. പോയ വർഷം ഫുള്ളായിട്ട് 1,58,000 കോടി വെളിയിൽ പോയിരിക്കുന്നു. വലിയ സബ്സ്റ്റാൻഷ്യൽ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇരുന്നാൽ തന്നെ ഈ വലി നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡെക്സ് ഇസ് വെയർ ഇറ്റ് ഈസ്, ബട്ട് ഓൾ യുവർ സ്റ്റോക്സ് ആർ ഇൻ ഡൗൺ മച്ച് മോർ ദാൻ യുവർ ഇൻഡെക്സ്. മണിയിൽ പഴുത്ത് നന്ന ചൂടാക്കാഴ്ച ഇഴുത്തു. നമ്മൾ ഇതിനെ ഊമക്കുത്തു എന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അടിക്കുവാണെങ്കിൽ വെളിയിൽ അറിയില്ല, പക്ഷേ അടിന്ന് അടിക്കും. വെളിയിൽ വരുന്ന സമയം നല്ല ടിപ് ടോപ്പാ ഡ്രസ് ഇട്ട് അയച്ചാൽ അടി വാങ്ങിയത് തന്നെ അറിയില്ല വെളിയിൽ. അതൊക്കെ അതിയാണ്. ശരി, ചൈനയിൽ വന്ന് സപ്രസ്ഡ് വന്നിട്ട് 1.3 ട്രില്യൺ, ഇന്ത്യയിൽ വന്ന് നമ്മൾ ഡെഫിസിറ്റിൽ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നു? ഇനി ആരടുത്ത് ചോദിക്കണം, അവൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ നീ വന്ന് പോളിറ്റിക്സിനെ കുറിച്ച് പറയുന്നു എന്ന് പറയും. ബോസ്, യുവർ നെറ്റ് എക്സ്പോർട്ട് ടു ചൈന $15 billion. യുവർ ഇമ്പോർട്ട് ഫ്രം ചൈന ഈസ് നിയർലി $100 billion. ഇത് നമ്മുടെ ചൈനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ടഫ് സ്റ്റാൻസ് എടുത്തതിൻ്റെ ശേഷമാണ്. ആ ലാപ്പിനെ ബാൻ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യു ഹാവ് ടു വർക്ക് അഗെയിൻസ്റ്റ് ദി എക്സ്പോർട്ട്. ഇന്ത്യയിൽ എന്ത് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ 3 പ്രോബ്ലം പറയാം. എക്സ്പോർട്ട് എല്ലാം സ്മാൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻ ദ പ്ലേസസിൽ തന്നെ ഇരിക്കുന്നു. A1 to A7 ഇല്ല. സോ ദേ ആർ നോട്ട് ബോതേഡ് ഇട്ട്. സോ ഇപ്പം ഇതിൽ എന്തെന്ന് വെച്ചാൽ, സോ നിന്റെ ഡൊമസ്റ്റിക് പവറിനെ സബ്സിഡൈസ് ചെയ്യാൻ കമേഴ്ഷ്യൽ പവറിനെ എക്സ്ട്രാ ചാർജ് ചെയ്ത് ഡൊമസ്റ്റിക് പവർ ഫ്രീ ആയി കൊടുക്കുന്നു. ചൈനയ്ക്കും ഇവർക്കും സാധാരണ ഒരു ഗവൺമെൻറ് യൂണിറ്റിൽ എത്രയും പവർ കെട്ടുന്നു എന്ന് നോക്കുവാണെങ്കിൽ അതൊരു വലിയ ഡിഫറൻസ് ആണ്. എയർ ഫ്ലൈറ്റിൽ അയക്കുവാണെങ്കിൽ 18% GST. എക്സ്പോർട്ടർ എനിക്ക് GST ഇൻപുട്ട് റേറ്റ് വാങ്ങാൻ പറ്റില്ല എന്ന് ആ 18% കാശ് ഞാൻ വാങ്ങും. ദെൻ വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ്? കോസ്റ്റ് ഓഫ് ഷിപ്പിങ്ങിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇസ് ഓൾസോ കൂടുതലാണ്. കോസ്റ്റ് ഓഫ് പവർ ഇസ് ഓൾസോ ഹൈ. ഹൗ ക്യാൻ യു കംപ്ലീറ്റ്? ഇതുപോലെ നീ സ്റ്റേജിൽ കയറി സംസാരിച്ച് വീണ 10th മാടിയിൽ ഇത് താഴെ ഇട്ട് ഉടച്ചു അങ്ങനെയൊക്കെ നിന്നെക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ബി എ കോസ്റ്റ് കോമ്പറ്റേറ്റീവ്. ഇത് 3 സെക്ടറിൽ ഇന്ത്യ ഈസ് ഡൂയിങ് വെൽ ഇൻ എക്സ്പോർട്ട്. ഇപ്പോൾ ഏത് 3 സെക്ടർ എന്നാൽ, ഒന്ന് ഓട്ടോമൊബൈൽസ്, ബജാജ് ഈസ് 50% as is export. 2-wheeler and Maruti is exporting. Hyundai, Nissan is and everybody is exporting. ഇതെന്ന് വെച്ചാൽ ലേബർ ഇസ് ഓൺലി 4% ഓഫ് ഇറ്റ്സ് കോസ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആ സ്ഥലത്തിൽ വരണം എന്ന കാരണത്താൽ ഇലക്ട്രിസിറ്റിയിലിരുന്ന് എല്ലാം കുറവായിട്ട് കൊടുത്തിട്ട് വരുന്നു. ഇത് ഒന്ന്. രണ്ടാമത് വന്നിട്ട് IT. മൂന്നാമത് വന്നിട്ട് ഫാർമയാണ്. ഇത് 3ഉമാണ് ഇവിടെ ഡോമിനൻറ്റ്. അപ്പോൾ ഇവർക്ക് വന്നിട്ട് ഇനി പവർ കുറച്ച് റേറ്റിൽ കൊടുത്ത് ആപ്പിളിൽ നിന്ന് വന്നിട്ട് അസംബ്ലിങ് ചെയ്ത് വിൽക്കുന്നു. $14 billion അസംബിൾ ചെയ്ത് വിറ്റ ആപ്പിളാണ്. ആപ്പിൾ വന്നിട്ട് എല്ലാം ചൈനയിൽ ഇരുന്ന് വന്ന് അസംബിൾ ആയാണ് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഹട്ട് ഇൻസെൻറ്റിവൈസ് പീപ്പിൾ ടു മേക്ക് ഷർട്ട്, ട്രൗസേഴ്സ് ആൻഡ് അതർ തിങ്സ് ഫോർ യു ടു മേക്ക് ഇറ്റ് ചീപ്പ്. ഇത് വന്നിട്ട് രാജേഷ് നാടർ ചോദിക്കുന്നു, ITC വന്നിട്ട് അടുത്ത ടാറ്റ ആകാൻ ചാൻസ് ഉണ്ടാ? പുതിയ സെക്ടറിലൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു.
പുതിയ കമ്പനിയൊക്കെ വാങ്ങുന്നു മേജർ അക്യൂസേഷനിൽ ടാറ്റ പോലൊരു കോൺഗ്ലോമറേറ്റ് ആകാൻ ചാൻസ് ഇരിക്കുന്ന ITC ഓൾറെഡി ഒരു കോൺഗ്ലോമറേറ്റ് ആണ്. ടാറ്റ വേറെ കമ്പനിയിൽ ഇരിക്കുന്നു, പക്ഷേ ഇവർ ഒരേ കമ്പനിയിൽ ഇരിക്കുന്നു. എലി ഫീൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടാറ്റ ആൻഡ് ITC. ഒരു ദിവസം നിങ്ങൾ പോയി താജ് കോരമണ്ഡലയിൽ സ്റ്റേ ചെയ്യാം, ഈ വിവാന്തയിൽ സ്റ്റേ ചെയ്യാം. 2 ദിവസം പോയി ഒരു ITC ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയാണ്. ITC ഹോട്ടലിലും സ്റ്റേ ചെയ്ത് നോക്ക്, പിന്നെ താജിലും സ്റ്റേ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ദേ ഫോളോ അപ്പ് സ്ട്രെങ്തിൽ എന്ത് ചോദിക്കുന്നു എന്നാൽ ITC വില ഇറങ്ങിയ കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇരിക്കുന്ന കാരണവും 70 പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പൊ എക്സിറ്റ് ചെയ്തിട്ട് അപ്പ വാങ്ങാമോ? താഴെ പോയില്ലെങ്കിൽ എന്നുവെച്ചാൽ സിഗരറ്റ് ബാൻ ന്യൂസ് വന്നു, ജനങ്ങൾ വന്നിട്ട് പറ്റിക്കൊണ്ടേ ഇരുന്നെങ്കിൽ ടെൻഷൻ കാരണം ശരി. ബോസ് now at 20 time earnings, it has to go to 10 time earnings. Debt free company എങ്ങനെയാണ് 10 times earnings പോകും? അവരെന്ത് ചോദിക്കുന്നു എന്നാൽ ഏർണിങ്സ് കുറവായാൽ ഇങ്ങനെ കുറവാകും. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം. എന്തൊരു സ്ട്രെസ് അങ്ങനെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇന്ന് സിഗരറ്റ് തന്നെ ഊതും. ശരിയാണോ? തമിഴ് ചരൺ എന്ത് ചോദിക്കുന്നു എന്നാൽ റൈഡസ് ആൻഡ് നാറ്റ്കോ രണ്ടും സിമിലർ പ്രൈസ് റേഞ്ചിൽ ഇരിക്കുന്നു. അതിന്റെ PE റേഷ്യോ വേറെ പോലെ ഇരിക്കുന്നു. അപ്പോൾ രണ്ടിലും ഒന്നൊന്ന് കൺസിഡർ ചെയ്യട്ടാ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ പോകുന്നത് ബെറ്ററാ? നിന്റെ ഇഷ്ടം. But lower the value, the higher the value, the more you get. Co is more value because it's lower PE. So that you will get more. പക്ഷേ ബിസിനസ് മോഡൽ ഡിഫറെന്റ് അല്ലേ അത്? Business model does not matter. ഒരു കമ്പനി വാല്യൂ ചെയ്യുന്ന സമയം എനിക്ക് 10 കിലോ 1 രൂപയ്ക്ക് കിട്ടുന്നതിന് 5 കിലോ 1 രൂപയ്ക്ക് കിട്ടുന്നു. ഗേറ്റ്സ് ഓഫ് നെറ്റ്കോ 10 കിലോ 1 രൂപയ്ക്ക് കിട്ടും. ലാസ്റ്റ് ചോദ്യം എന്ത് വരുന്നു എന്നാൽ സിൽവറിനെ കുറിച്ചാണ്. ഫേമസ് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ബിറ്റ് കോയിനെ വെച്ച് പറഞ്ഞായിരുന്നു, ഗോൾഡിനെ വെച്ച് സംസാരിച്ചായിരുന്നു. റീസെന്റ് ആയി എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ വേറെ വന്നിട്ട് $107 പോകാൻ ചാൻസ് വളരെ നന്നായിരിക്കുന്നു. ഹയാക്കും ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ മേർക്ക് തന്നെ നോക്കും. അതേ നിങ്ങൾ പറഞ്ഞ UBS റിപ്പോർട്ടിൽ സിൽവർ $75 വരുമെന്ന് എഴുതിയിരിക്കുന്നു. ബട്ട് സിൽവർ വന്നിട്ട് 100% ആയിരിക്കട്ടും. ഇനി വന്നിട്ട് ഒരു 3 പ്രാവശ്യം 50% ക്രാക്ക് ആവും. ഗോൾഡ് 10% വിളിവാണെങ്കിൽ സിൽവർ വന്നിട്ട് 50% വീഴും. ഇത് കാരണം സിൽവർ ഇസ് നോട്ട് എ മോണിറ്ററി മെറ്റൽ. പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അത് മോണിറ്ററിയാ ഇല്ല ഇൻഡസ്ട്രിയാളോ എന്ന് അറിയാതെ നിങ്ങൾ വാങ്ങുന്നതാണ്. യു വാണ്ട് ടു ട്രേഡ് ആഫ്റ്റർ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് എന്ന് വെച്ചാൽ അത് ഇൻഡസ്ട്രിയൽ മെറ്റൽ. അങ്ങനെ അത് വാങ്ങാമെങ്കിൽ യു ക്യാൻ ഓൾസോ ബൈ കോപ്പർ ആൻഡ് കീപ്. ശരി, ലാസ്റ്റ് ചോദ്യം വന്നിട്ട് നമ്മളെ ഈ ജാപ്പനീസ് എന്നിനെ കുറിച്ചാണ്. ഇവരെന്ത് ചോദിച്ചിരിക്കുന്നു എന്നാൽ ഒരുപാട് ദിവസം ഇങ്ങനെ നോക്കിയിരുന്ന കാരണം ഒരു ലോങ് പൊസിഷനിൽ എടുത്തിരിക്കുന്നു. ലോങ് എന്ന് പറഞ്ഞാൽ ഡു യു തിങ്ക് ദാറ്റ് yen will gain against dollar? For 3 years you will definitely succeed. ഇല്ല, റിവേഴ്സ് ആവും. റിവേഴ്സ് എങ്ങനെ വരും? ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നാൽ കുറച്ച് ദിവസം പോയായിരുന്നു ഷോർട്ട് ടേമിൽ interest rate in Japan are going up, interest rate in America are coming down, differentiate will go up. ഞാൻ തെറ്റായ സൈഡ് ഇക്വേഷനിൽ ഇരുന്നാൽ എക്സിറ്റ് ചെയ്യണമോ? ഞാൻ എന്ത് ചെയ്യാനാണ് അതിന്? ഈ തെറ്റായ സ്ഥലത്തിൽ ഇരിക്കുവാണെങ്കിൽ ഈ ഷുഡ് എക്സിറ്റ് ആണത് ബെറ്റർ. ഇപ്പോൾ ബെറ്റ് വയ്ക്കുന്നു n 175 പോകുമെന്നാൽ it will not. Chances are going into 145. It's better than going to 175. ഇന്ന് എന്ന് വന്നിട്ട് 157 158 ഇരിക്കുന്നു. 145 പോകുമോ 175 പോകുമോ എന്നാൽ chances of going 145 is high. ശരി, നന്ദി, നമസ്കാരം.